പരിശ്രമിക്കാത്ത മനസ്സുകളിൽ ചെകുത്താൻ കുടിയിരിക്കുന്നു. പരിശ്രമിക്കുക, ജീവിത ലക്ഷ്യം നേടുക. ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ ദേവാമൃതത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദേവാമൃതത്തിൽ ആദ്യം ഗുരുസാഗരം ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. എല്ലാവർക്കും നമസ്കാരം. ഗുരുമാർഗത്തിലേക്ക് സ്വാഗതം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കൂടി എന്ന് പറയുകയാണ്. കാരണം ശിവഗിരി മഠവും കൗമുദിയും ചേർന്ന് ഒരു വിവാഹ പൂർവ ബോധവൽക്കരണ ക്യാമ്പ് നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. കാരണം ഇന്ന് കുടുംബങ്ങളിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ജീവിതചര്യ കുറവാണ്. ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മം എന്നുള്ള കൃതിയിലൂടെ എങ്ങനെ ഒരു കുടുംബം സന്തോഷത്തോടും ഐശ്വര്യത്തോടും സമാധാനത്തോടും കൂടി വേണം എന്ന് ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ചില കുറവുകൾ അത് കുടുംബ ബന്ധത്തെ ശരിയായ രീതിയിൽ ഇണക്കിക്കൊണ്ടു പോകുവാൻ ആ വിദ്യാഭ്യാസം പോരായിക ആയിട്ടാണ് കാണുന്നത്. ഇവിടെയാണ് ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ ശാസ്ത്രീയമായി നമ്മൾക്ക് എങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കും, അതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് ഈ പ്രീ മാരേജ് അവെയർനെസ് ക്യാമ്പ്. വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പാണ്. അതിൽ നമ്മൾ 10 വിഷയങ്ങളെക്കുറിച്ച് ആണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഓരോ കുടുംബത്തെയും നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും പൊരുത്തക്കേടുകൾ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമ ജീവിതം അത് എങ്ങനെയായിരിക്കണം, എന്തൊക്കെയാണ് നമ്മളതിൽ അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് ആ കുടുംബ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ വ്യക്തമായ ഒരു അവബോധം 2 വ്യക്തികൾക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് 2 സംസ്കാരത്തിൽ നിന്ന് 2 കുടുംബത്തിൽ നിന്ന് വരുന്ന 2 വ്യക്തികളാണ്. അവിടെ ആ കുടുംബ ജീവിതം വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് പരസ്പരം നല്ല അറിവും അതുപോലെ തന്നെ ധാരണയും പരസ്പര വിശ്വാസവും സ്നേഹവും ഒക്കെ വേണം. പക്ഷേ ഒരു മുൻവിധിയോടുകൂടി ആണ് ഇന്ന് പലപ്പോഴും വിവാഹത്തിലേക്ക് കുട്ടികൾ വരുന്നത്. അപ്പോൾ ഈ വരുന്ന ബുദ്ധിമുട്ടുകളെ, അതിൻ്റെ തടസ്സങ്ങളെ, മുൻവിധികളെ നമ്മൾക്ക് എങ്ങനെ പരിഹരിക്കാം, അതാണ് ഗൃഹസ്ഥ ആശ്രമ സങ്കല്പത്തിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ്സുകൾ. അതിന് പ്രധാനമായും ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരു വിഭാവനം ചെയ്യുന്ന ഗൃഹസ്ഥ ആശ്രമ ധർമ്മത്തെ വിശദമായി ഉള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ തീർച്ചയായിട്ടും 2 വ്യക്തികളുടെ മാനസികാവസ്ഥ, അവരുടെ ബൗദ്ധികമായിട്ടുള്ള തലം, പരസ്പരം മനസ്സിലാക്കൽ, ഇതെല്ലാം വ്യക്തമായി അവർക്ക് ഒരു ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുവാൻ പണ്ഡിതന്മാരായിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവർക്കൊരു വ്യക്തമായിട്ടുള്ള ദിശാബോധം കൊടുക്കുകയാണ്. ഇവിടെ അച്ഛൻ്റെയും അമ്മയുടെയും ഗുരുവിൻ്റെയും
അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും കൂടി വേണം ഗൃഹസ്ഥ ആശ്രമത്തിലേക്ക് പ്രവേശിക്കാനെന്നാണ് ഗുരുവിൻ്റെ കാഴ്ചപ്പാട്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മൾ കാണുന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തത ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് ഉള്ള ഒരു വേദി വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു തെളിച്ചവും സമാധാനവും ഒക്കെ ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഈ ഒരു സംരംഭത്തിലേക്ക് എല്ലാവരും അവരവരുടെ മക്കളെ പങ്കെടുപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടുന്നത് മക്കൾ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള സങ്കല്പത്തിലാണ്. തീർച്ചയായിട്ടും ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ ഏവർക്കും അത് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നമസ്കാരം.